ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഫ്രൈഡ് റൈസ്. അതിനായിട്ട് ഞാൻ 250 ml കപ്പിന് 2 കപ്പ് അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളത്തിന് നമുക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമ്മൾക്ക് വെള്ളം ഊറ്റിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 3/4 കലം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 കഷ്ണം ചെറിയ കഷ്ണം കറുവാപ്പട്ട, അതുപോലെ 2 തക്കോലൻ, 2 ഏലക്ക, ഇത്രയും സാധനം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. ഒരു 3/4 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒരു 95% വേവാകുമ്പോൾ നമ്മൾക്ക് അരി വെന്ത് ഒരു 90-95% വേവാകുമ്പോൾ നമ്മൾക്ക് ആ ചോറ് ഊറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, കുറച്ച് വേവ് നിർത്തി വേണം എടുക്കാനായിട്ട്. ഒരു 90% വെന്താൽ മതി. എന്നിട്ട് നമ്മൾക്കൊരു 10-15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും കുഴയാതെ നമ്മൾക്ക് അരി എടുക്കുവാനായിട്ട് സാധിക്കും. ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു വലിയൊരു നോൺ സ്റ്റിക്ക് പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. സൺഫ്ലവർ ഓയിലോ കടുകെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണേലും ഇട്ട് കൊടുക്കുക, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അതിലേക്ക് ഞാനൊരു 10-12 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വെക്കേണ്ടത്. എല്ലാ ഐറ്റംസും നമ്മളുടെ അടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങുവാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ്റെ ചുവട് ഭാഗം, ആ വെളുത്ത ഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഉൾഭാഗം നമ്മൾക്കൊന്ന് കടിക്കാൻ, നമ്മൾ വെജിറ്റബിൾ റൈസൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോഴൊന്ന് കടിക്കാനും കിട്ടുമല്ലോ. അപ്പോൾ അതിനായിട്ട് തന്നെ വെജിറ്റബിൾ ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഞാനിപ്പോൾ നന്നായിട്ട് വെജിറ്റബിൾ ഇടുന്നുണ്ട്. വെജിറ്റബിൾ ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ഇടുക, അല്ലെങ്കിൽ കുറച്ചിട്ടാലും മതി. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഇത്ര ഇഷ്ടമില്ലാത്തവർ ഇത്രയൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടുക, അല്ലെങ്കിൽ കുറച്ചിട്ട് അവർ പെറുക്കി കളയുവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. പക്ഷേ വെജിറ്റബിൾ കൂടുതൽ ഇടുവാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾ കൂടുതൽ ഇടുകയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാബേജ് ഇതുപോലെ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഞങ്ങൾക്കിവിടെ വെജിറ്റബിൾ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെജിറ്റബിൾ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിലാണെന്ന് ഓർത്തോണം. അതിനുശേഷം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ അരിക്ക് ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ തിളപ്പിച്ച് ഊറ്റുമ്പോഴേ ഉപ്പ് കുറേയൊക്കെ പോകും. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണോളം ഉപ്പ് വെജിറ്റബിളിന് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് 3 നിറത്തിലുള്ള ക്യാപ്സിക്കമാണ്. ചുമപ്പ്, മഞ്ഞ, പച്ച, അങ്ങനെ 3 കളറുള്ള ക്യാപ്സിക്കം ഒരു പകുതി വീതം അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. ഈ കളറൊക്കെ ഉള്ളപ്പോൾ നല്ലതല്ലേ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. തികച്ചും ഓപ്ഷനിലാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിളിൻ്റെ ആ നിറമൊക്കെ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീൻസ്, ക്യാരറ്റിൻ്റെയൊക്കെ നിറം അതുപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക.
കുരുമുളക് പൊടി തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ചെറുതായിട്ടൊരു എരിവ് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രയും മതി, 1 ടീസ്പൂൺ മതി, കൂടുതൽ ഒഴിക്കേണ്ട. 1 ടീസ്പൂണും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയും മതി. ഈ വെജിറ്റബിളൊക്കെ ഇത്രയും വെന്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരിക്കുന്ന അരി വേവിച്ച ബിരിയാണിയിലെ അരി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത്രയും വെന്താൽ മതി. നമ്മളുടെ ചോറ്, ബിരിയാണിയുടെ ചോറ് ഇത്രയും വെന്താൽ മതി. അങ്ങനെ ആ ബിരിയാണി അരി വേവിച്ചത് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ വെജിറ്റബിളും ബിരിയാണി അരിയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആകണം. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ മോൾ ഭാഗം അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി, കിസ്മിസ് ഒക്കെ വറുത്ത് അതും കൂടി ഇട്ട് കൊടുത്തു. തികച്ചും ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.